കൊല്ലപ്പെട്ടുവെന്ന പ്രചാരണങ്ങൾക്കിടെ വീഡിയോ സന്ദേശവുമായി നെതന്യാഹു ഇന്നലെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ റവല്യൂഷണറി ഗാർഡുകളുടെ തലവൻ അലി ലാരിജാനിയെയും കൂട്ടരെയും കുറിച്ച് ഇറാൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ തുടരുന്നതിനെക്കുറിച്ചുമാണ് വീഡിയോ സന്ദേശത്തിലുള്ളത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേലിനെ എതിർക്കുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ചില ചാനലുകളും ഒരുപറ്റം യൂട്യൂബ് ചാനലുകളും അത് കേട്ടയുടനെ കാള പറ്റുമെന്നറിഞ്ഞ് കയറെടുത്ത് പായുന്നത് പോലെ ആ വാർത്തയുടെ മെറിറ്റ് നോക്കാതെ നെതന്യാഹു വധം ആഘോഷമാക്കിക്കൊണ്ട് ഒരിക്കലും നിറവേറാനിടയില്ലാത്ത തങ്ങളുടെ മോഹത്തിൻ്റെ പൂർത്തീകരണം മനസ്സിൽ കണ്ടുകൊണ്ട് പോസ്റ്ററുകളും ഇമേജുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഡംപ് ചെയ്തുകൊണ്ട് ആഘോഷങ്ങളും ആരവങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ വരെ. നിലനിൽപ്പിന്റെ അടിത്തറയിൽ വിള്ളൽ വീണുവെന്ന് കാണുകയും സുരക്ഷാ പ്രശ്നങ്ങൾ പരിധി കടക്കുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്നത് വരെ, അല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ട് തെളിവുകൾ ഇല്ലാത്ത അത്രയും കാലം ആയുധമെടുക്കാത്ത ഇസ്രായേലിനോട് ചിലർ മനസ്സിൽ സൂക്ഷിക്കുന്ന വൈരാഗ്യത്തിൻ്റെ ആധിക്യത്താൽ ജൂതൻ വെറുക്കപ്പെടേണ്ടവനാണെന്നും നെതന്യാഹു കൊല്ലപ്പെടേണ്ടവനാണെന്നുമൊക്കെയുള്ള ഒരു പൊതുബോധം അവർ പടച്ചിറക്കി വിടുകയാണ്. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന് തുടർച്ചയായി പാടിക്കൊണ്ട് അവർ അങ്ങനെ ആശ തീർത്തു. കേട്ട പാതി കേൾക്കാത്ത പാതി അതിനെ സാധൂകരിക്കുന്ന ന്യായങ്ങളും ചിലർ അവതരിപ്പിച്ചു. ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നെതന്യാഹുവിനെ കാണാതായെന്നും നെതന്യാഹുവിനെ അവസാനമായി കണ്ടത് ഇക്കഴിഞ്ഞ മാർച്ച് 8 ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന ബെറ്റ് ശേഷവും സന്ദർശിക്കുന്ന അവസരത്തിലായിരുന്നുവെന്നും അതിനുശേഷം ആരും നെതന്യാഹുവിനെ കണ്ടിട്ടില്ല എന്നും അതുകൊണ്ട് ഇറാന്റെ അതിശക്തമായ ഒരു മിസൈൽ ആക്രമണത്തിലൂടെ നെതന്യാഹുവും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിറും നെതന്യാഹുവിന്റെ സഹോദരൻ ഇദ്ദോയും കൊല്ലപ്പെട്ടു എന്നുമാണ് ഭാവനാ സമ്പന്നരായ ചില ഇറാൻ അനുകൂല അക്കൗണ്ടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു എവിടെയെന്ന് തങ്ങൾ മാറി മാറി ചോദിച്ചിട്ടും ഇസ്രായേൽ കമാന്നൊരക്ഷരം ഉരിയാടാത്തതിനാൽ അക്കാര്യം തങ്ങൾ ഉറപ്പിച്ചതാണെന്നും നെതന്യാഹു മരിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ മാർച്ച് 12 ഇസ്രായേൽ പ്രസ് കോൺഫറൻസിൽ നെതന്യാഹു സംസാരിക്കുന്നതായി ഒരു AI വീഡിയോ രംഗത്തിറക്കിയെന്നും എന്നാൽ ആ വീഡിയോയിലെ നെതന്യാഹുവിൻ്റെ കൈകളിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നുവെന്നും മോതിര വിരൽ ഇല്ലായിരുന്നുവെന്നും അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിഞ്ഞുവെന്നുമൊക്കെയാണ് ഇവരുടെ വാദം. ഇസ്രായേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ നെതന്യാഹു പങ്കെടുക്കാതിരുന്നതും തത്സമയ TV പ്രസംഗങ്ങൾ നടത്താതിരുന്നതും ഇത്തരക്കാർക്ക് പ്രചാരണങ്ങൾ അഴിച്ചുവിടുവാനുള്ള ആയുധമായി. യുദ്ധം തുടങ്ങിയ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ പ്രസിഷൻ അറ്റാക്കിലൂടെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരെയും ഇസ്രായേൽ വധിച്ച വാർത്ത 4 ആൾ അറിഞ്ഞിട്ടും സമ്മതിക്കാതിരുന്ന ഇറാന് ഒടുവിലത് സമ്മതിക്കേണ്ടതായി വന്നു. എന്നാൽ പണ്ഡിത സഭ കൂടി ഇറാൻ തെരഞ്ഞെടുത്ത അടുത്ത പരമോന്നത നേതാവായ മുജ്തബ ഖമേനി കോമയിലാണെന്നും അല്ല കാൽ നഷ്ടപ്പെട്ടിട്ടും വയറിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും റഷ്യയിലോ മറ്റെവിടെയോ ചികിത്സയിലുമാണെന്നുമുള്ള ഊഹാപോഹങ്ങൾ ശക്തമാകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത്. പ്രചരണം ശക്തമാകുന്നതിനിടെ ജെറുസലേമിലെ ദി സത്താഫ് കോഫി ഹൗസിലെത്തിയ നെതന്യാഹു കോഫി ഓർഡർ ചെയ്യുന്നതും അത് വാങ്ങി കുടിച്ചുകൊണ്ട് തൻ്റെ മരണത്തെക്കുറിച്ചുള്ള കിംവദന്തികളെക്കുറിച്ച് തമാശയായി പറഞ്ഞ നെതന്യാഹു കാപ്പിക്ക് വേണ്ടി മരിക്കുകയാണെന്ന് പറയുകയും 2 കൈകളും ക്യാമറയ്ക്ക് നേരെ കാണിക്കുകയും ഓരോ കൈയിലും 5 വിരലുകൾ എണ്ണുകയും ചെയ്തു. അത് യാഥാർത്ഥ്യത്തിൽ നടന്ന സംഭവമാണെങ്കിലും തങ്ങൾ പടച്ചുവിട്ട പച്ചക്കള്ളങ്ങളെ സാധൂകരിക്കാൻ അതും AI ഉണ്ടാക്കിയ വീഡിയോയാണെന്നും ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കോഫി കപ്പ് ചെരിഞ്ഞെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രചരണം അഴിച്ചുവിടുകയായിരുന്നു ഇസ്രായേൽ വിരുദ്ധർ. ഇലോൺ മസ്കിൻ്റെ എക്സിൻ്റെ AI ചാറ്റ്ബോട്ട് ഗ്രോക്കും ഈ ദൃശ്യങ്ങൾ ഒരു അഡ്വാൻസ്ഡ് ഡീപ്പ് ഫേക്ക് ആണെന്ന് സൂചിപ്പിച്ചതോടെ നെതന്യാഹു വധം സ്വപ്നം കാണുന്നവരുടെ ആശകൾക്ക് വീണ്ടും ചിറകുമുളച്ചു. എന്നാൽ എല്ലാത്തിൻ്റെയും ശക്തമായ വിശദീകരണവുമായി രംഗത്തെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ അവകാശവാദങ്ങൾ നിരസിച്ചു. നെതന്യാഹുവിനെതിരെയുള്ള എല്ലാ കിംവദന്തികളും വ്യാജമാണെന്നും പ്രധാനമന്ത്രി സുഖമായിരിക്കുന്നുവെന്നും അറിയിച്ചു. ഇറാന്റെ ഉന്നത നേതൃത്വത്തെ കൊലപ്പെടുത്തുവാൻ നെതന്യാഹു നിർദ്ദേശം നൽകുന്നതിൻ്റെ ചിത്രവും ഇതോടൊപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൊടുത്തിരുന്നു.
വീഡിയോയിൽ കാണുന്ന കഫേയിൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തുന്നതായും സ്ഥിരീകരിച്ചു. ഒടുവിൽ ജെറുസലേമിലെ കഫേയായ ദി സത്താഫ് തന്നെ രംഗത്തെത്തി. കഫേ വീഡിയോ വസ്തുതാപരമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഫോട്ടോകൾ പുറത്തുവിടുകയും പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും ആതിഥേയത്വം വഹിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്നറിയിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പുമായി നെതന്യാഹു ഔദ്യോഗികമായി തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇറാനെ ഭരിക്കുന്ന ഗുണ്ടാ സംഘമായ റവല്യൂഷണറി ഗാർഡുകളുടെ തലവൻ അലി ലാരിജാനിയെ തങ്ങൾ ഇല്ലാതാക്കിയെന്നും അദ്ദേഹത്തോടൊപ്പം ബാസിജിന്റെ കമാൻഡറെയും ഞങ്ങൾ ഇല്ലാതാക്കി, ടെഹ്റാനിലെയും ഇറാനിലെയും മറ്റ് നഗരങ്ങളിലെയും തെരുവുകളിൽ ജനങ്ങൾക്കെതിരെ ഭീകരത പടർത്തുന്ന ഗുണ്ടാ സംഘങ്ങളുടെ സഹായികളാണിവർ. ഞങ്ങളുടെ വ്യോമസേന വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് ആകാശത്ത് നിന്ന് ഞങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ നെതന്യാഹു പറഞ്ഞത്. של חיל האוויר עם כטב"מים וגם שם פועלים. אנחנו מערערים את המשטר הזה בתקווה לתת לעם האיראני הזדמנות. ഇതോടെ കള്ളപ്രചാരകർക്ക് കളം കാലിയാക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതിനിടെ നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല, മറിച്ച് അദ്ദേഹത്തെ പിന്തുടർന്ന് കൊലപ്പെടുത്തുമെന്ന അവകാശവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് IRGC ഭീഷണി മുഴക്കി രംഗത്തും വന്നു. ഏതായാലും ഇറാനും കൂട്ടരും ഇറക്കിവിട്ട നെതന്യാഹു വധം ആട്ടക്കഥ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയിരിക്കുകയാണ്.